ഒരുപാട് ആളുകൾക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. അവരുടെ മനസ്സിൽ നമുക്കത് വായിക്കാൻ പറ്റും. പക്ഷേ പേടിയാണ് അവർക്ക്. ഈ സമയത്ത് ഇവർ മാറി നിൽക്കുന്ന മെയിൻ ഒരു ഘടകം എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഞാൻ സംസാരിക്കുന്നത് തെറ്റിപ്പോകുമോ, എന്നെ അവരെ ആക്സെപ്റ്റ് ചെയ്യുമോ, ഞാൻ ചെറിയ ആളല്ലേ എന്നുള്ള ചിന്താഗതിയൊക്കെയാണ്. ഒന്ന് എന്തായാലും ഒരു നെറ്റ്വർക്കിങ്ങിന് പോയി കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന സംഭവം എന്താണ്, നമ്മുടെ പേരെന്താണെന്നുള്ളതാണ്. ആണോ അല്ലേ? നമ്മളൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി നോക്കിയേ, എൻ്റെ പേര്, എൻ്റെ സ്ഥലം, എൻ്റെ ഇൻഡസ്ട്രി, ഇത് മാത്രം നമുക്കൊരു 30 സെക്കൻഡ് 1 മിനിറ്റ് നമ്മളൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പേടി വരുന്ന സമയം എന്താണ്, ആ തുടക്കത്തിലുള്ള ഇൻട്രോ പാർട്ടാണ്. ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതൊരു മിനിറ്റ് കൊണ്ട് പറയാനുണ്ടാവും. ഈ സമയം കൊണ്ട് നമുക്ക് മെൽറ്റ് ആവാനുള്ള ഐസൊക്കെ എന്ത് ചെയ്തോളും, പ്രഷറൊക്കെ ഒന്ന് കുറച്ച് കുറയും. പിന്നെ നമ്മൾ ഒരുപാട് നമ്മളെ കമ്പനിയെക്കുറിച്ച് പറയാതെ അവരെടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു ക്യൂരിയസ് ആയിട്ട്, നമ്മളൊരു ലിസണറായിട്ട് നല്ല ക്വസ്റ്റ്യൻ അവരോട് ചോദിക്കുക. അവിടെ നമ്മൾ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കരുത്. നമ്മൾ 1 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിച്ചു, ഈ ഐസ് മെൽറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ പെട്ടെന്ന് നിർത്താത്ത ക്വസ്റ്റ്യൻസ് കൊടുക്കുക. നമ്മളെന്താ പറയുക, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പ്രൊജക്റ്റിനെ കുറിച്ചൊന്ന് പറയാൻ പറഞ്ഞാൽ ഇവർ 2-3 മിനിറ്റോ പറഞ്ഞാലും തീരുന്നില്ല. ശരിക്കും അവർ പറയുന്നത് മുഴുവൻ നമ്മൾ കേൾക്കണം. ഒരു ക്യൂരിയസ് ആയിട്ട്, ഒരു ആക്റ്റീവ് ലിസണറായിട്ട് ആ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കിയേ. അവർ പറയുമ്പോൾ ആ നെറ്റ്വർക്ക് ഭയങ്കര സ്ട്രോങ് ആവും. കാരണം എന്താ, അവൻ മനസ്സിലാക്കുകയാണ് നമ്മളെന്ത്, യെസ്, ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്ന, കേൾക്കുന്ന ഒരു സുഹൃത്തിനെയാണ് ആർക്ക് കിട്ടിയിട്ടുള്ളത്, എനിക്ക് കിട്ടിയുള്ളത്. ഈ 2 കാര്യം ഫോളോ ചെയ്ത് നോക്കൂ. ബിഗിനർക്ക് ഏറ്റവും സിമ്പിളാണ്.